കാലങ്ങളായിട്ട് നമ്മൾ രാഷ്ട്രീയ വിവരമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ചില ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആരാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി, ധനകാര്യമന്ത്രി, ആലപ്പുഴ കളക്ടർ ആരാ എന്നൊക്കെ. എന്നാൽ ഈ ഒരു ചോദ്യം ചോദിക്കുന്നവരുടെ തന്നെ കളക്ടറുടെ ശരിക്കും പണി എന്താ, അല്ലെങ്കിൽ അവരെന്താ ഈ ഓഫീസിൽ ചെയ്യുന്നത് എന്ന് ചോദിക്കണം. പലപ്പോഴും ഉത്തരം ഉണ്ടാവില്ല. നോക്കൂ, രാജ്യത്തെ ഓരോ തസ്തികയിൽ ഇരിക്കുന്ന ആളുകളുടെ പേരുകളേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അവർ എന്തു ചെയ്യുന്നു എന്നത്. കാരണം മന്ത്രിമാരും MLA-മാരും MP-മാരും നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളുടെ ഡ്യൂട്ടി മിക്കവാറും പെർമനന്റ് ആയിരിക്കും. പലപ്പോഴും ഈ മെമ്പർമാരെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം കാണാൻ പോലും പറ്റില്ല. ഒരു മന്ത്രിയേക്കാളും MLA-യേക്കാളും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കൂടുതൽ പറ്റുക ഒരു വാർഡ് കൗൺസിലറെ ആയിരിക്കും. അപ്പോൾ മന്ത്രിയുടെ പേരിനേക്കാൾ കൗൺസിലറുടെ പേരല്ലേ കൂടുതൽ ഓർത്തിരിക്കേണ്ടേ? ജനങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്നത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി, അപ്പുറത്തെ വീട്ടിലും കറണ്ടില്ല, അപ്പം ആശ്വസിച്ചിരിക്കാം, അങ്ങനെയാണോ? നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു കുണ്ടും കുഴിയും ആയിട്ടൊക്കെ റോഡ് കിടക്കും, അല്ലെങ്കിൽ ഒരു പട്ടി ചത്ത് കിടക്കും. ആരുടെ അടുത്ത് അത് റിപ്പോർട്ട് ചെയ്യണം? എങ്ങനെയാണ് ഒരു റൈറ്റ് ഇൻഫർമേഷൻ ഫയൽ ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളല്ലേ ശരിയായ ജനറൽ നോളജ്? ഇതല്ലേ സ്കൂളിൽ ആദ്യം പഠിക്കേണ്ടേ?